ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സുകളെ കുറിച്ച് നമ്മൾ പഴയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലത്തെ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്താ നിങ്ങൾക്കറിയാം. എ, ആൻഡ്, ദ പോലെയുള്ള ആൾക്കാരാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി 3 ആർട്ടിക്കിൾസ് ആണ് മെയിനായിട്ടുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതിൽപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മൾ അറിയാതെ ഒരു ആർട്ടിക്കിൾ വേണ്ട സ്ഥലത്ത് അത് ഉപയോഗിക്കാതെ പോകുന്ന സാഹചര്യം, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. അവൾ ഡോക്ടറാണ് എന്നെങ്ങനെയാണ് പറയുക? ഷീ ഈസ് ഡോക്ടർ എന്നാണോ, ഷീ ഈസ് എ ഡോക്ടർ എന്നാണോ? കൂടുതൽ പേരും പറയുന്നത് ഷീ ഈസ് ഡോക്ടർ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് തെറ്റാണ്. കറക്റ്റ് ഫോം എന്ന് പറയുന്നത് ഷീ ഈസ് എ ഡോക്ടർ എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് അവിടെ എ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഡോക്ടറിലെ ഡി എന്ന് പറയുന്നത് കൺസണന്റ് സൗണ്ടിൽ പെട്ടതാണ്. നമ്മൾ കൺസണന്റ് സൗണ്ട്സിൻ്റെ കൂടെയെല്ലാം എയും വവൽ സൗണ്ട്സിൻ്റെ കൂടെയെല്ലാം ആനുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഷീ ഈസ് എ ഡോക്ടർ എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഡോക്ടർ എന്നുള്ളതിൻ്റെ ഡി കൺസൺ സൗണ്ട് ആയതുകൊണ്ട് അതിന് മുമ്പ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എ യൂസ് ചെയ്യണം. അപ്പോൾ ഷീ ഈസ് എ ഡോക്ടർ. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ എ യൂസ് ചെയ്തത് എന്നുള്ള ഡൗട്ട് കുറേ പേർക്ക് വരുന്നുണ്ടാവും. നമ്മളിവിടെ പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു കൗണ്ടബിൾ നൗണിനെ കുറിച്ചാണ് അല്ലേ? നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു നൗണല്ലേ ഡോക്ടർ എന്ന് പറഞ്ഞാൽ. നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയാം. നമുക്ക് എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്നാണ് പറയുക. ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്, കൗണ്ടബിൾ നൗൺസിൽ പെടുന്നതാണ്. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ നൗൺസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരിക? ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടറാണ്. ഇനി അവൻ ഒരു ടീച്ചറാണെന്ന് എങ്ങനെ പറയാ? ഹീ ഈസ് എ ടീച്ചർ, അവൻ ഒരു ടീച്ചറാണ്. അപ്പോൾ ഒരിക്കലും ഹീ ഈസ് ടീച്ചർ എന്ന് പറയരുത്. നമ്മൾ ഒരുപാട് പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ എപ്പോഴും എങ്ങനെ വേണം പറയാൻ? ഹീ ഈസ് എ ടീച്ചർ. നമ്മൾ കൂടുതൽ പേരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് എ അറിയാതെ ആഡ് ചെയ്യാതെ പോവുക. അതായത് നമ്മൾ എ ഇല്ലാതെ പറയും ഷീ ഈസ് ഡോക്ടർ എന്നോ അല്ലെങ്കിൽ ഹീ ഈസ് ടീച്ചർ എന്നോ ഒക്കെ പറയാം. അവൻ ഒരു എഞ്ചിനീയർ ആണ് എന്നെങ്ങനെയാണ് പറയാ? ഹീ ഈസ് ആൻ എഞ്ചിനീയർ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ആൻ യൂസ് ചെയ്തത്? ബിക്കോസ് എഞ്ചിനീയർ എന്നുള്ളതിൽ ആ ഫേസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് വവൽ സൗണ്ടിൽ പെടുന്ന ആളാണ്. സോ വവൽ സൗണ്ട്സ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് മുമ്പ് എന്ത് വേണം? ആൻ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇനി മുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസൺ സൗണ്ട് ആണോ വവൽ സൗണ്ട് ആണോ എന്ന് ഏതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു.